ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ തൻ്റെ സമയം വൈകാതെ എത്തുമെന്ന പ്രതീക്ഷയിൽ കഠിനാധ്വാനം തുടർന്നുകൊണ്ടിരിക്കുന്ന താരമാണ് മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ. വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ കളിച്ചു കഴിഞ്ഞെങ്കിലും 2 ഫോർമാറ്റിലും ബാക്കപ്പിൻ്റെ റോൾ മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കാറുള്ളൂ. ഏകദിന T20 ഫോർമാറ്റുകൾക്ക് ശേഷം ഇനി ടെസ്റ്റിലും തൻ്റെ സാന്നിധ്യം അറിയിക്കാനുള്ള ശ്രമത്തിലാണ് സഞ്ജു. ടീമിൽ തനിക്ക് സ്ഥാനമുറപ്പില്ലെങ്കിലും അദ്ദേഹം അതിൽ വലിയ നിരാശയോ ദുഃഖമോ പ്രകടിപ്പിക്കാറില്ല. പകരം തനിക്ക് അവസരം കിട്ടുമ്പോൾ നന്നായി പെർഫോം ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നതെന്നാണ് സഞ്ജു പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കരിയറിൻ്റെ ഒരു ഘട്ടത്തിൽ തനിക്ക് ക്രിക്കറ്റ് മടുത്തുപോയെന്നും വിരമിക്കുന്നതിനെക്കുറിച്ച് പോലും ആലോചിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. എന്തായിരുന്നു ഈ സംഭവമെന്ന് നോക്കാം. 20 വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യൻ ടീമിനു വേണ്ടി സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയത്. പക്ഷേ അതിനുശേഷം 5 വർഷത്തോളം അദ്ദേഹം ടീമിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. ഈ കാലഘട്ടം കരിയറിലെ ഏറ്റവും മോശം സമയമായിരുന്നുവെന്നാണ് ഗൗരവ് കപൂറുമായുള്ള അഭിമുഖത്തിൽ സഞ്ജു ഒരിക്കൽ വെളിപ്പെടുത്തിയത്. ആ 5 വർഷങ്ങൾ എൻ്റെ കരിയറിലെ ഏറ്റവും വെല്ലുവിളി ഉയർത്തിയ സമയമായിരുന്നു. കേരള ടീമിൽ നിന്ന് പോലും ഞാൻ ഒഴിവാക്കപ്പെട്ടിരുന്നു. ആ സമയത്ത് സ്വന്തം കഴിവിൽ പോലും നിങ്ങൾക്ക് വളരെയധികം സംശയങ്ങൾ തോന്നും. തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന് പോലും മനസ്സിൽ ചോദിക്കാറുണ്ടായിരുന്നുവെന്നും സഞ്ജു വെളിപ്പെടുത്തി. ആ 5 വർഷങ്ങളിൽ ഞാൻ കളിച്ചിരുന്നപ്പോൾ തുടർച്ചയായി ചെറിയ സ്കോറുകൾക്ക് പുറത്തായിക്കൊണ്ടിരുന്നു. ഇതോടെ മാനസികമായി ഞാൻ തളർന്നു പോവുകയും സ്വയം വളരെയധികം ദേഷ്യം തോന്നുകയും ചെയ്തിരുന്നതായും സഞ്ജു സാംസൺ വ്യക്തമാക്കി. ഒരു ദിവസം കളിയിൽ പുറത്തായതിനു ശേഷം ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തിയ ഞാൻ ദേഷ്യം കാരണം ബാറ്റ് വലിച്ചെറിഞ്ഞു. ടീമിൻ്റെ കളി നടന്നുകൊണ്ടിരിക്കെ ഞാൻ ഗ്രൗണ്ട് വിടുകയും ചെയ്തു. മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയത്തിലായിരുന്നു ആ മത്സരം. ഞാൻ ക്രിക്കറ്റ് വിടുകയാണ്, വീട്ടിലേക്ക് പോവാനാണ് ആലോചിക്കുന്നത്. ഈ ബാറ്റും മറ്റ് സാധനങ്ങളുമെല്ലാം എടുത്തോ എന്ന് ടീം അംഗത്തോട് പറഞ്ഞാണ് താൻ ടീം വിട്ടതെന്നും സഞ്ജു മനസ്സ് തുറന്നു. ടീം വിട്ടതിന് ശേഷം മുംബൈയിലെ മറൈൻ ഡ്രൈവിൽ പോയി ഞാൻ കുറേ നേരം കടലിൽ നോക്കിയിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിൽ ചോദിക്കുകയും ചെയ്തു. 2-3 മണിക്കൂർ അവിടെ ഇരുന്ന ശേഷമാണ് ഞാൻ തിരികെ പോയത്. അപ്പോഴേക്കും ടീമിൻ്റെ മത്സരവും കഴിഞ്ഞിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തിയ ശേഷം നേരത്തെ വലിച്ചെറിഞ്ഞ ബാറ്റിന് എന്തെങ്കിലും പറ്റിയോ എന്നാണ് ഞാൻ നോക്കിയത്. നല്ല ബാറ്റായിരുന്നു അത്. പക്ഷേ ഞാൻ വലിച്ചെറിഞ്ഞത് കാരണം അത് പൊട്ടിപ്പോയിരുന്നു. അത് കണ്ടപ്പോൾ ദുഃഖവും നിരാശയും തോന്നി. ഇപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ തമാശയായിട്ടാണ് തോന്നാറുള്ളതെന്നും സഞ്ജു പറയുന്നു.